സുഹൃത്തുക്കളെ എല്ലാവരും ഈ മഴക്കാലത്ത് സുഖമാണെന്ന് കരുതട്ടെ. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ ഒരാൾ വന്ന് ഒരു മോശമായ വിശാലമായൊരു കമൻ്റ് ഇട്ടിട്ട് പോയി. അത് വായിച്ചിട്ട് മനസ്സ് തളർന്നിട്ട് നാളെ മുതൽ വീഡിയോ ഇടാതെ ഞാൻ തളർന്നും തകർന്നും പോകരുത്. അങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഉദാഹരണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാവിലെ എഴുന്നേറ്റ് ആ പെൺകുട്ടി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. രാവിലെ ഇഡലിയും സാമ്പാറും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ എന്തെങ്കിലും നന്മകൾ പറയുമെന്ന് കരുതി. പക്ഷെ അവിടെ കുറേ കുറവുകളും ന്യൂനതകളുമാണ് പറയുന്നത്. പലപ്പോഴും അവിടെ തളർന്നും തകർന്നും പോകും. അതുമല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു പുതിയ കാറ് വാങ്ങി. സ്ത്രീധനമായി വാങ്ങിയ കാറല്ല, അദ്ദേഹം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി വർഷങ്ങൾ കൊണ്ട് ശേഖരിച്ച അധ്വാനിച്ച ധനത്തിൽ നിന്ന് അയാളൊരു കാറ് വാങ്ങി. ആ കാറിൽ ഭാര്യയും കൂട്ടി പോകുമ്പോൾ ഭാര്യയുടെ കമൻറ്റ്, ഇതാണോ വലിയ കാര്യം? എൻ്റെ സഹോദരനും എൻ്റെ മാതാപിതാക്കൾക്കുമൊക്കെ ഇതിലും വലിയ വിലപിടിപ്പുള്ള കാറുകളുണ്ട്. പെട്ടെന്ന് മനസ്സ് തളർന്നു പോകും. നമ്മെ പ്രോത്സാഹിപ്പിക്കേണ്ട, നമുക്ക് സന്തോഷം പകരേണ്ട അവരിൽ നിന്ന് ചിലപ്പോഴൊക്കെ ദുഃഖം പകരും. ഒരു സ്കൂളിലേക്ക് അധ്യാപികയായിട്ടോ അധ്യാപകനായിട്ടോ പോയതാണോ? കുറച്ചു നാൾ അവിടെ നന്നായി പഠിപ്പിച്ചു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി. അങ്ങനെ വരുമ്പോഴാണ് പല അധ്യാപികമാരും അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളും ഇന്ന കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, നമ്മളുടെ കുറവുകളുടെ പിന്നാലെ അവർ സഞ്ചരിക്കുന്നത്. ഞാനീ പറഞ്ഞത് എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. മനുഷ്യരിൽ 100% മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളിലേക്ക് മാത്രമേ അവർ പോകുള്ളൂ. സാധാരണ ഈച്ച വന്നിട്ട് വേസ്റ്റുകളിലേക്കല്ലേ പോയിരിക്കുള്ളൂ. ആ ദുഷിച്ച മനുഷ്യർ അത്തരം വേസ്റ്റുകളിലേ ഇരിക്കുള്ളൂ. എന്നാൽ നല്ല മനുഷ്യർ തേനീച്ചയെ പോലെയാണവർ. അവർ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുകയും ആ ശേഖരിക്കുന്ന തേൻ മനുഷ്യർ സന്തോഷകരമായത് മധുരിക്കുകയും ചെയ്യും. നല്ല മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ് ഒരു മകള് വീട്ടിലേക്ക് കടന്നു വന്നു. മരുമകളല്ല, മകളാണത്. നമുക്ക് പിറക്കാതെ പോയ ഒരു മകളാണ്. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് മരുമകനല്ല, നമ്മുടെ മകനാണ്. അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. ആ ഉൾക്കൊണ്ട അച്ഛനും അമ്മയും ചെറിയ കുറവുകളുണ്ടായിട്ടും അതിന് വലിയ സന്തോഷം പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ മാലപ്പടക്കമാണ് അവിടെ ഹൃദയത്തിലുണ്ടാകുന്നത്. അതാണ് പ്രചോദനമാകുന്നത്. അതാണ് വീടിൻ്റെ ഉള്ളിൽ സമാധാനം കിട്ടുന്നത്. 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ പൊട്ടലും ചീറ്റലും ബഹളവും ചീറലുമൊക്കെയാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ എന്ത് സമാധാനമാണ് കിട്ടുന്നത്? പലതും കണ്ടില്ല എന്ന് നടിക്കണം, പലതും കേട്ടില്ല എന്ന് നടിക്കണം, പലതും പൊറുക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാകണം. കാരണം മനുഷ്യർ പലതരം സ്വഭാവക്കാരാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാകും, എന്തിനും കുറ്റം പറയുന്നവരുണ്ടാകും, എന്തിനേയും പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യരുണ്ടാകും, എന്തു പ്രശ്നം വന്നാലും ദുഃഖത്തിൽ നമ്മെ താങ്ങി നിർത്തുന്ന മനുഷ്യരുണ്ടാകും. ഇതൊക്കെയാണ് മനുഷ്യൻ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവരുടെ പിന്നാലെ നമ്മുടെ മനസ്സിനെ ഓടിക്കരുത്. അതങ്ങ് അവിടെ കളയുക. ആ അധ്യായത്തെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. നമ്മൾ പുതിയ പേജുകളിലേക്ക് മറിക്കുക, പുതിയ സന്തോഷങ്ങൾ കണ്ടെത്തുക. കാരണം അത്തരം കാര്യങ്ങൾ പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ പ്രഷർ കൂടും, നമ്മുടെ സ്വസ്ഥത തകരും. അവരെക്കുറിച്ച് നമ്മളും കുറ്റം പറയാൻ തുടങ്ങും. പിന്നെ അവരും നമ്മളും ശത്രുതയാകും. പിന്നീടത് വലിയ പ്രതിസന്ധികളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ നാം മറക്കാനും പൊറുക്കാനും തയ്യാറാകണം. അങ്ങനെ മറക്കാനും പൊറുക്കാനും തയ്യാറായവരാണ് ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് വളർന്നു വന്നവർ.
നല്ല സ്വഭാവ മഹിമയുള്ളവർ, സമൂഹത്തിന് മാർഗദർശകരായവർ, അങ്ങനെ നന്മയോടുകൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.